ഒരു ചെറിയ കഥ. ബിൻഡോ കോളേജിൻ്റെ വരാന്തയിലൂടെ നടന്നപ്പോൾ അവിടെ മറ്റൊരു കോഴ്സിൻ്റെ ക്ലാസ് നടക്കുകയാണ്. സാറ് പറഞ്ഞു, നിങ്ങൾക്കറിയാമോ ഏതാണ് ദാനങ്ങളിൽ ഏറ്റവും മഹത്വമേറിയത്, വിശിഷ്ടമായുള്ളത്? അദ്ദേഹം തന്നെ ഉത്തരവും പറഞ്ഞു, അന്നദാനം. കൂട്ടുകാരെ, അതൊരു കിടിലൻ ആശയമല്ലേ? ബിൻഡോ പിന്നെ ആ വിഷയത്തിൽ കുറച്ച് കാര്യങ്ങൾ തപ്പി. അതിനെക്കുറിച്ച് ആരെങ്കിലും പണം ദാനം ചെയ്താലും ആളുകൾക്ക് പിന്നെയും വേണം. 3 സെൻറ്റ് സ്ഥലം ദാനം കിട്ടിയാലും 1 ഏക്കർ വേണമെന്ന് പറയും. പഴയ മാരുതി 800 മേടിച്ചു കൊടുത്താലും ഇന്നോവ വേണമെന്ന് പറയും. ഒരു സ്വർണ്ണ കമ്മൽ മേടിച്ചു കൊടുത്താലും പാദസരം കൂടി കിട്ടിയാലേ തൃപ്തിയാവൂ. ഒരു മിക്സി മേടിച്ചു കൊടുത്താൽ 40 ഇഞ്ച് LED TV കൂടി വേണം. ഒരു കോട്ടൺ സാരി മേടിച്ചു കൊടുത്താലും കാഞ്ചീപുരം സിൽക്ക് സാരി വേണം. എന്നാലോ ഒരാൾക്ക് നാം ഭക്ഷണം വിളമ്പിയാൽ അയാൾക്ക് വയർ നിറഞ്ഞു കഴിഞ്ഞാൽ ഹാവൂ എനിക്ക് മതി, തൃപ്തിയായി എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ എണീറ്റു പോകും. അന്നദാനം മഹാദാനം. പണ്ട് കാലങ്ങളിൽ ഒരു ദേശത്തു നിന്ന് മറ്റൊരിടത്തേക്ക് ആളുകൾ നടന്നു പോകുമ്പോൾ വിശന്നു വലയുന്ന യാത്രികർ ഏതെങ്കിലും അടുത്തു കാണുന്ന വീടുകളിൽ ചെന്നു ഭക്ഷണം ചോദിച്ചിരുന്നു. അപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി അന്നദാനം ചെയ്യുന്നതിൽ അവർ സംതൃപ്തി കണ്ടെത്തിയിരുന്നു. എന്നാൽ ഇന്ന് കാലം വളരെ വഷളായിരിക്കുന്നു. മനസ്സിൽ നന്മ സൂക്ഷിക്കുന്ന പല അമ്മച്ചിമാരും ഭക്ഷണമോ വെള്ളമോ എടുക്കാൻ അടുക്കളയിലേക്ക് പോകുമ്പോൾ പിറകിലൂടെ മോഷണമോ അല്ലെങ്കിൽ ആക്രമണവും നടക്കുന്ന കാലമാണല്ലോ ഇത്. അതിനാൽ അന്നദാനത്തിലും ജാഗ്രത വേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഉപകാരങ്ങൾ സ്വയം ഉപദ്രവമാകാതെ സൂക്ഷിക്കുകയും വേണം.